ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊളിറ്റിയുടെ ചാപ്റ്റർ 4ന്റെ ബാലൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. നമ്മൾ പാർട്ട് 1 കുറെ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാലൻസ് ഇവിടെയാണ് ഇന്നത്തെ വീഡിയോയിലാണ് പഠിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നോട്ട്സും ഗൈഡൻസും അവൈലബിൾ ആണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കംപ്ലീറ്റ് നോട്ട്സ് സിവിൽ സർവീസിന് വേണ്ടിയിട്ടാണ് കംപ്ലീറ്റ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്നലെ കുറെ ഫീച്ചേഴ്സ് പഠിച്ചിരുന്നു. ഇന്ന് പഠിക്കുന്നത് ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. അടുത്ത ഫീച്ചർ ആണ് ഇത്, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം എങ്ങനെയാണ്? ഇന്റഗ്രേറ്റഡ് ആണ്, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റും ആണ്. നമുക്ക് ഏറ്റവും ടോപ്പ് ലെവലിൽ എന്തുണ്ട്? സുപ്രീം കോർട്ട് ഉണ്ട്. അതിനുശേഷം സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഹൈക്കോർട്ട്സ് ഉണ്ട്. ഹൈക്കോർട്ട്സിന്റെ അണ്ടറിൽ ഡിസ്ട്രിക്ട് കോർട്ട്സും അതുപോലെ തന്നെ അതർ ലോവർ കോർട്ട്സും ഉണ്ട്. സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് എന്താണ്? സുപ്രീം കോർട്ട് ഒരു ഫെഡറൽ കോർട്ടാണ്. പിന്നെ എന്താണ്? ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ എന്നറിയപ്പെടുന്ന കോർട്ട് ഏതാണ്? അതും സുപ്രീം കോർട്ടാണ്. ദ ഗ്യാരണ്ടർ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൺസ് ആൻഡ് ദ ഗാർഡിയൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും അറിയപ്പെടുന്ന ഏതാണ്? സുപ്രീം കോർട്ട് തന്നെ ആണ്. ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഇത്രയും കാര്യങ്ങൾ. പിന്നെ എക്സ്പെൻസസ് ഓഫ് സുപ്രീം കോർട്ട് എവിടെ നിന്നാണ് ചാർജ് ചെയ്യുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് സുപ്രീം കോർട്ടിന്റെ എക്സ്പെൻസസ് എല്ലാം ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത സാലന്റ് ഫീച്ചർ ആണ് ഏത്? ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു സാലിയൻ ഫീച്ചർ ആണ്. ജുഡീഷ്യൽ സിസ്റ്റം എന്താണ്? ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യൽ സിസ്റ്റം ആണ് ഇന്ത്യയിലേത്. നമുക്ക് എന്തുണ്ട്? ഏറ്റവും ടോപ്പ് ലെവലിൽ സുപ്രീം കോർട്ട് ഉണ്ട്. സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ഹൈക്കോർട്ട്സ് ഉണ്ട്. അതിന്റെ അണ്ടറിൽ ഡിസ്ട്രിക്ട് കോർട്ട്സും അതർ ലോവർ കോർട്ട്സും ഉണ്ട്. ഇനി സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് ഒരു ഫെഡറൽ കോർട്ടാണ്. ഹയസ്റ്റ് കോർട്ട് ഓഫ് അപ്പീൽ ആണ്. പിന്നെ എന്താണ്? ദ ഗ്യാരണ്ടർ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺസ്. എന്താണ്? നമ്മുടെ സുപ്രീം കോർട്ടാണ് ഗ്യാരണ്ടർ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു സിറ്റിസൺസ്. അതുപോലെ തന്നെ ദി ഗാർഡിയൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? സുപ്രീം കോർട്ട് തന്നെ ആണ്. നമ്മുടെ സുപ്രീം കോർട്ടിന്റെ എക്സ്പെൻസസ് ഒക്കെ എവിടെ നിന്നാണ് ചാർജ് ചെയ്യുന്നത്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്നാണ് ചാർജ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അടുത്ത ഫീച്ചർ, നമുക്ക് അടുത്ത സേലിയൻ ഫീച്ചർ ഏതാണെന്നും നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പിന്നെന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, എമർജൻസി പ്രൊവിഷൻസ്, ഇതൊക്കെ എന്താണ് നമ്മൾ അടുത്ത ചാപ്റ്റർ ആയിട്ട് പഠിക്കും. സിറ്റിസൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ചാപ്റ്റർ ആയിട്ട് പൊളിറ്റിയുടെ തന്നെ നമ്മൾ പഠിക്കും. സോ നമ്മൾ ഇതിൽ വലിയ കാര്യമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്താണ് ഫണ്ടമെന്റൽ? ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എത്രയെണ്ണം ഉണ്ട്? 6 എണ്ണമാണുള്ളത്. 7 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ 6 റൈറ്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? റൈറ്റ് ടു ഇക്വാലിറ്റി, അത് ഏത് ആർട്ടിക്കിളിലാണ് വരുന്നത്? ആർട്ടിക്കിൾ 14 to 18 വരുന്നത്. പിന്നെ റൈറ്റ് ടു ഫ്രീഡം, അത് ആർട്ടിക്കിൾ 19 to 22 വരുന്നത്. ഇനി റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അത് ആർട്ടിക്കിൾ 23 and 24 ആണ്. ഇനി റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ വരുന്നത് ആർട്ടിക്കിൾ 25 to 28 ഇനി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് വരുന്നത് ആർട്ടിക്കിൾ 29 to 30 ഇനി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് വരുന്നത് ആർട്ടിക്കിൾ 32 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഏതാണ് എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്? 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് വരുന്നത്. ആർട്ടിക്കിൾ 14 to 32 ഫണ്ടമെന്റൽ റൈറ്റ്സ് വരുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 14 to 18 വരുന്നത്. അതിനകത്ത് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അത് നമ്മൾ എവിടെ പഠിക്കും? ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പൊളിറ്റിയുടെ തന്നെ ഒരു ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്റർ 7 ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ചാപ്റ്റർ 7 പഠിക്കുന്ന ടൈമിൽ എന്ത് പഠിക്കും? നമ്മൾ ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കും. ഇനി റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 to 22, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആർട്ടിക്കിൾ 23 and 24, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ 25 to 28, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 29 to 30, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആർട്ടിക്കിൾ 32. ഇനി ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി വരുന്നത്. ഓക്കെ, അടുത്ത ഫീച്ചർ ആണ്, അടുത്ത സേലിയൻ ഫീച്ചർ ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP എന്ന് പറയും. ഇതെന്താണ്? ഇതും നമുക്ക് വേറൊരു ചാപ്റ്റർ ആയിട്ട് പൊളിറ്റിയിൽ പഠിക്കാനുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് DPSP ഉള്ളത്? ഫോർ പ്രൊമോട്ടിംഗ് ദ ഐഡിയൽ ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി. The directive principles are meant for promoting the ideal of social and economic democracy. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസിയുടെ ഐഡിയലിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്? നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉള്ളത്. DPSP എന്താണ്? നോൺ ജുഡീഷ്യബിൾ ഇൻ നേച്ചർ ആണ്. ഓക്കെ, അതിന്റെ നേച്ചർ എന്താണ്? നോൺ ജുഡീഷ്യബിൾ ആണ്. പിന്നെ ഡോക്ടർ BR അംബേദ്കർ എന്താണ് DPSP കുറിച്ച് പറഞ്ഞത്? അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഈസ് എ
നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ DPSP യെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓർത്ത് വെക്കുക, ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ എന്താണ്? DPSP ഈസ് എ നോവൽ ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. DPSP എന്തിനു വേണ്ടിയിട്ടാണ്? മെൻ ഫോർ പ്രൊമോട്ടിംഗ് ദ ഐഡിയൽ ഓഫ് സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെമോക്രസി, നോൺ ജുഡീഷ്യബിൾ ഇൻ നേച്ചർ. എന്താണ് ബി ആർ അംബേദ്കർ പറഞ്ഞത്? DPSP ഈസ് എ നോവൽ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ കൂടുതലായിട്ട് പഠിക്കും. ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എവിടെ പഠിക്കും? DPSP എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കും. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നോ? ഇല്ല. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉള്ളതാണ് അടുത്ത സേലിയൻ ഫീച്ചർ. നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു. അതിനുശേഷം ഓപ്പറേഷൻ ഓഫ് ഇന്റേണൽ എമർജൻസിയുടെ ടൈമിൽ, അതായത് 1975 to 77 ആ ഒരു ടൈമിൽ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്തത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത്. ഇത് 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ എന്താണ് റെക്കമെൻഡേഷനിലാണ് ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരം ആഡ് ചെയ്തത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. അതിനുശേഷം 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2002 എന്ത് ചെയ്തു? ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയും കൂടെ എവിടെ ആഡ് ചെയ്തു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തു. ഈ ഫണ്ടമെന്റൽ ഡ്യൂട്ടിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒറിജിനൽ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇല്ലായിരുന്നു. 1975 to 77 കാലഘട്ടത്തിലെ ഓപ്പറേഷൻ ഓഫ് ഇന്റേണൽ എമർജൻസി ആ ഒരു ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്യുന്നത്. 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡാക്കുന്നത്. അത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമായിരുന്നു? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം ആയിരുന്നു. അതിനുശേഷം 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2002 അത് പ്രകാരം എന്ത് ചെയ്തു? ഒരു ഫണ്ടമെന്റൽ ഡ്യൂട്ടി കൂടി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തു. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A ആണ്. ഇനി അടുത്തത് പഠിക്കാം. എ സെക്യുലർ സ്റ്റേറ്റ്. ഇതാണ് എന്ത്? അടുത്ത സേലിയൻ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഇന്ത്യ എന്താണ്? ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള റിലീജിയൻ നമുക്ക് പ്രൊഫസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനും ഉള്ള അധികാരം എവിടെയുണ്ട്? ഫ്രീഡം എവിടെയുണ്ട്? നമുക്ക് ഇന്ത്യയിൽ ഉണ്ട്. ഇന്ത്യക്ക് ഒരു പർട്ടിക്കുലർ റിലീജിയൻ ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ട് ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഹിന്ദുസോ ക്രിസ്ത്യാനിറ്റിയോ അങ്ങനെ ഒരു റിലീജിയനും ഇന്ത്യയുടെ എന്താണ്? പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒഫീഷ്യൽ റിലീജിയൻ അല്ല. ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഈ സെക്യുലർ സ്റ്റേറ്റ് റിലീജിയസ് റൈറ്റ്സ് ഇതൊക്കെ പറയുന്ന ആർട്ടിക്കിൾസ് ഏതാണ്? ആർട്ടിക്കിൾ 25 to 28 ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓർത്തു വെക്കുക, ഇന്ത്യയിൽ നമുക്ക് ഏത് ഒരു റിലീജിയൻ നമ്മുടെ ഇഷ്ടത്തിനുള്ള അനുസരിച്ച് ഏതൊരു റിലീജിയനും പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനുള്ള അധികാരമുണ്ട്, ഫ്രീഡം ഉണ്ട്. പിന്നെന്താണ്? നമുക്ക് ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി ആർട്ടിക്കിൾ 25 to 28 നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ആർട്ടിക്കിൾ 25 to 28 നമ്മൾ കവർ ചെയ്യും. അടുത്തതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. ഇതാണ് എന്ത്? അടുത്ത സേലിയൻ ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പ്രായപൂർത്തി വോട്ടവകാശം എന്ന് മലയാളത്തിലും പറയാം. ഓക്കെ, ഇത് വോട്ടിംഗ് ഏജ്, അതായത് ആദ്യം എന്തായിരുന്നു വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത്? 21 വയസ്സായിരുന്നു. അതിനുശേഷം എന്താക്കി? വോട്ടിംഗ് ഏജ് 18 വയസ്സാക്കിയിട്ട് റെഡ്യൂസ് ചെയ്തു. ഇത് 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1988 എന്ത് ചെയ്യുന്നത്? ഈ വോട്ടിംഗ് ഏജ് 18 ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ്? എല്ലാ സിറ്റിസൺസിനും, അതായത് 18 വയസ്സിൽ കുറവില്ലാത്ത എല്ലാ സിറ്റിസൺസിനും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് പറ്റും. വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. കാസ്റ്റ്, റേസ്, റിലീജിയൻ, സെക്സ്, ലിറ്ററസി, വെൽത്ത് അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഒരു ഡിസ്ക്രിമിനേഷനും എവിടെ പാടില്ല? നമ്മുടെ വോട്ട് ചെയ്യാനുള്ള അവകാശത്തിൽ പാടില്ല. ഓക്കെ, 18 വയസ്സ് തൊട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? വോട്ട് ചെയ്യാനായിട്ട് പറ്റും. എവറി സിറ്റിസൺസ് ഹു ഈസ് നോട്ട് ലെസ് ദാൻ 18 years of age has the right to vote without any discrimination of caste, race, religion, sex, literacy, wealth, and so on. Okay, the voting age was reduced to 80 years from 21 years in 1989 by the 61st Constitutional Amendment Act of 1988. ഇതാണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്നത്. അതായത് പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സിന് തൊട്ട് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. കാസ്റ്റ്, റേസ്, റിലീജിയൻ, സെക്സ്, ലിറ്ററസി, വെൽത്ത് അങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെയും ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. നമുക്ക് എന്താണ്? എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. ആദ്യം ഇത് 21 വയസ്സായിരുന്നു. അതിനുശേഷം 61ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 1988 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം അതെന്താക്കി? 21 വയസ്സിനെ 18 വയസ്സാക്കിയിട്ട് റെഡ്യൂസ് ചെയ്തു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്ത്? യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന സേലിയൻ ഫീച്ചറിനകത്ത് പഠിക്കാനുള്ളത്.
ഇനി അടുത്തതാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ്. ഇത് നമ്മൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കും. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമ്മുടെ ഇന്ത്യയിൽ എന്താണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് ഉള്ളത്. നമ്മളത് ഈ സേലിയൻ ഫീച്ചറിനകത്ത് തന്നെ പഠിച്ചായിരുന്നു. ഫെഡറൽ ഫീച്ചേഴ്സ് വിത്ത് യൂണിറ്ററി ബയാസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട് നോൺ ഫെഡറൽ ഫീച്ചേഴ്സും ഉണ്ട് നമ്മുടെ എന്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതിലൊരു ഫെഡറൽ ഫീച്ചർ ആണ് എന്ത് സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഇതിലെന്ത് കാര്യമുള്ളൂ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാലേ മതി, മനസ്സിലാക്കി വെക്കുക. ഇന്ത്യക്ക് എന്താണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്, അതൊരു ഫെഡറൽ ഫീച്ചർ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ഫെഡറൽ ഫീച്ചർ വരുന്ന കാര്യമാണ് എന്ത് ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇൻഡിപെൻഡന്റ് ബോഡീസ്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ ഓർഗൻസ് മാത്രമല്ല, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ബോഡീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ഇലക്ഷൻ കമ്മീഷൻ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നതൊക്കെ. ഇതൊക്കെ എന്താണ്, ഇതെല്ലാം ഓരോ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്, അതുപോലെ ഇൻഡിപെൻഡന്റ് ബോഡീസും ആണ്. ഇലക്ഷൻ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ രാജ്യത്ത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉള്ളത്. ഇലക്ഷൻ കമ്മീഷനിൽ 3 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഉണ്ട്, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സും. ഈ ഇൻഡിപെൻഡന്റ് അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഒക്കെ എവിടെ പഠിക്കാനുണ്ട്, നമുക്ക് സിലബസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ കവർ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, പിന്നെന്താണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. എന്തിനു വേണ്ടിയിട്ടാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്സ് ചെയ്യുന്നതിന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഉള്ളത്. പിന്നെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അല്ല യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഫംഗ്ഷൻ എന്താണ്, സെൻട്രൽ സർവീസസിലേക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് സർവീസസിലേക്ക് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ടാണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉള്ളത്. ഇൻഡിപെൻഡന്റ് ബോഡീസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഇത് 4 ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്ത സേലിയൻ ഫീച്ചർ ആണ് എമർജൻസി പ്രൊവിഷൻസ്. ഏതൊക്കെ ടൈപ്സ് ആണ് എമർജൻസി പ്രൊവിഷൻസ് ആണുള്ളത്, നാഷണൽ എമർജൻസി ഉണ്ട്, സ്റ്റേറ്റ് എമർജൻസി ഉണ്ട്, ഫിനാൻഷ്യൽ എമർജൻസി ഉണ്ട്. നാഷണൽ എമർജൻസി എന്ന് പറയുമ്പോൾ അത് ഏത് ആർട്ടിക്കിളാണ് വരുന്നത്, ആർട്ടിക്കിൾ 352 സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 365 ആണ്. ഫിനാൻഷ്യൽ എമർജൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 360 ആണ്. നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് സെക്യൂരിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളതാണ് സേഫ് ഗാർഡ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ആണ് എമർജൻസി പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. 3 ടൈപ്സ് ആണുള്ളത്, നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. നാഷണൽ എമർജൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 352. ഇനി സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 365 ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 360. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എമർജൻസി പ്രൊവിഷൻസ് എന്ന ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത ഒരു ലാസ്റ്റ് സേലിയൻ ഫീച്ചർ എന്ന് പറയുന്നതാണ് ഇത് 3 ടയർ ഗവൺമെന്റ്. അതായത് ഇത് വേൾഡിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലും ഇങ്ങനെ ഒരു സേലിയൻ ഫീച്ചർ ഇല്ല, അതായത് 3 ടയർ ഗവൺമെന്റ് കാണാൻ പറ്റത്തില്ല. അതെവിടെയാണ്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ഉള്ളൂ. ഇത് 73rd ആൻഡ് 74th അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 1992 ആഡ് ചെയ്ത ഒരു സേലിയൻ ഫീച്ചർ ആണ് ഇത് 3 ടയർ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഒറിജിനൽ ആയിട്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഇല്ലായിരുന്നു. അതിനുശേഷം 73rd ആൻഡ് 74th അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 1992 73rd ആൻഡ് 74th അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് 3 ടയർ ഗവൺമെന്റ് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സേലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, എ സെക്യുലർ സ്റ്റേറ്റ്, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഇൻഡിപെൻഡന്റ് ബോഡീസ്, എമർജൻസി പ്രൊവിഷൻസ്, 3 ടയർ ഗവൺമെന്റ്. ഇതൊക്കെയാണ് എന്ത് സേലിയൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ആണ്, അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, എന്താണ് ആർട്ടിക്കിൾ 14 to 32 എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉണ്ട്, പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ട്. സെക്യുലർ സ്റ്റേറ്റ്, ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. നമുക്കൊരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ഏതാണ് റിലീജിയൻ നമുക്ക് പ്രൊഫസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനായിട്ടും ഉള്ള ഫ്രീഡം ഇന്ത്യയിൽ ഉണ്ട്. പിന്നെ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, 18 വയസ്സ് തൊട്ടുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. അവിടെ ഡിസ്ക്രിമിനേഷനും
പറ്റില്ല. പിന്നെ സിംഗിൾ സിറ്റിസൺഷിപ്പ്, അതൊരു ഫെഡറൽ ഫീച്ചർ ആണ്. ഇന്ത്യയിൽ എന്താണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നിലവിലുള്ളത്. ഇനി ഇൻഡിപെൻഡന്റ് ബോഡീസ് എക്സാമ്പിൾ പറയുന്ന ഏതൊക്കെയാണ്? ഇലക്ഷൻ കമ്മീഷൻ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇനി എമർജൻസി പ്രൊവിഷൻസ്, എത്ര ടൈപ്സ് എമർജൻസി പ്രൊവിഷൻസ് ആണുള്ളത്? നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. നാഷണൽ എമർജൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 352. ഇനി സ്റ്റേറ്റ് എമർജൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 365. ഇനി ഫിനാൻഷ്യൽ എമർജൻസിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 360. ഇനി അടുത്തതാണ് 3 ടയർ ഗവൺമെന്റ്. ഇത് 73rd ആൻഡ് 74th അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1992 പ്രകാരം നിലവിൽ വന്നതാണ്. ഇത് കുറെ പേര് എന്ത് ചെയ്തു? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെ പറഞ്ഞിട്ടാണ് ക്രിട്ടിസൈസ് ചെയ്തതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അവർ പറഞ്ഞാണ് എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കടമെടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് പറഞ്ഞത്. കാരണം എന്താണ്? പല രാജ്യങ്ങളിലെയും പല ഫീച്ചേഴ്സ് നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു? ക്രിട്ടിസൈസ് ചെയ്ത ആളുകൾ എന്തെന്ന് പറഞ്ഞു? എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. എ കാർബൺ കോപ്പി ഓഫ് ദ 1935 ആക്ട്. ഏതാണ് ഈ 1935 ആക്ട്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1935 പറഞ്ഞായിരുന്നു. അതിലെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഒരു കാർബൺ കോപ്പിയാണ്, 1935 ആക്ടിന്റെ ഒരു കാർബൺ കോപ്പി ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ക്രിട്ടിസൈസ് ചെയ്തു. പിന്നെ ഒരു ആന്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ ഒരു അൺഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെന്താണ്? എലഫന്റൈൻ സൈസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്? ആളുകള് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ക്രിട്ടിസൈസ് ചെയ്തത്. ഒന്നുകൂടി നോക്കാം, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എ ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, എ കാർബൺ കോപ്പി ഓഫ് ദ 1935 ആക്ട്, ആന്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അൻ അൺഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എലഫന്റൈൻ സൈസ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യനെ ക്രിട്ടിസൈസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സാലൈൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ. പിന്നെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളതാണ് ആർട്ടിക്കിൾസ്. അതിപ്പോ എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, അത് പഠിക്കുക. എന്ത് ചെയ്യുക? പാർട്സ് പഠിക്കുക, സബ്ജക്ട് മാറ്ററും പഠിക്കുക, ആർട്ടിക്കിൾസും പഠിക്കുക. പിന്നെ ഇതിനകത്ത് 12 ഷെഡ്യൂൾസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതും എന്ത് ചെയ്യുക? ഇതുപോലെ കാണാണ്ട് പഠിച്ചു വെക്കുക. പിന്നെന്താണ്? സോഴ്സസ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ സോഴ്സസ് എവിടെ പഠിക്കും? കമ്പാരിസൺ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്കീം വിത്ത് ദാറ്റ് ഓഫ് അതർ കൺട്രീസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ സോഴ്സസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കും. അപ്പൊ ഇതിനകത്ത് എക്സ്ട്രാ പഠിക്കേണ്ടത് എന്താണ്? ആർട്ടിക്കിൾസ് പഠിക്കുക. നമ്മൾ നോട്ട്സിനകത്താണെങ്കിൽ ആർട്ടിക്കിൾസും ഷെഡ്യൂൾസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യുക? യൂട്യൂബിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? അത് കാണാണ്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ നോട്ട്സും ഗൈഡൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വേണമെന്നുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, എനിക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്താണ്? ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.